റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്. അതില് മറ്റേ വിജയരാഘവനോട് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഈ ഒരു മൊമെന്റ് ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലായിരുന്നു. അതേപോലെ ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു മലയാളികൾക്ക് എല്ലാവർക്കും തന്നു. ഞാൻ സഞ്ജുവിൽ നിന്ന് ഒരു സെഞ്ചുറിയാണ് പ്രതീക്ഷിക്കുന്നത്. ബുംറേനെ പവർ പ്ലേയിൽ കൊണ്ടുവരണം. കാരണം അർഷദീപിനെ വന്നിട്ട് മിഡിൽ ഓവറിൽ എറിയിപ്പിക്കണം. കാരണം ബുംറ പവർ പ്ലേയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിക്കറ്റ് പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. 2020 ലോകകപ്പിലെ ആവേശജലമായ ഫൈനലിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. ന്യൂസിലൻഡും ഇന്ത്യയും തമ്മിലാണ് പോരാട്ടം. സ്പോർട്സ് ഓണിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ത്യ വീണ്ടും രണ്ടാമത് ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. കിരീടം നിലനിർത്താൻ എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള നീലപ്പട ഇറങ്ങുന്നത്. ന്യൂസിലൻഡാണ് എതിരാളികൾ. ഇത്തവണ അങ്ങനെ എന്തായിരിക്കും സാധ്യതകൾ? ചേട്ടൻ തോന്നുന്നു? 2020 ലോകകപ്പില് ഈ തുടങ്ങിയ സമയത്ത് തന്നെ ഇന്ത്യ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞു. ഗ്രൂപ്പ് ഘട്ടത്തില് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. സൂപ്പർ 8 ദക്ഷിണാഫ്രിക്ക ഒരു മാച്ച് തോറ്റു. പക്ഷെ ക്വാർട്ടർ ഫൈനലിന് തുല്യമായ സൂപ്പർ 8 അവസാന മാച്ചിൽ വെസ്റ്റ് ഇൻഡീസിനെ ആവേശകരമായി തോൽപ്പിച്ചു. ഇംഗ്ലണ്ടിനെ അതിലും ആവേശകരമായിട്ട് തോൽപ്പിച്ചു. അപ്പം ന്യൂസിലാൻഡിന് മേൽ സ്വാഭാവികമായിട്ട് ഇന്ത്യക്കാണ് കൂടുതൽ വിജയ സാധ്യത എന്ന് ഞാൻ കരുതുന്നു. ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. പക്ഷെ ഇന്ത്യക്ക് ഒരു പ്രശ്നമുള്ളതെന്നുള്ള എനിക്ക് തോന്നിയത് ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം ഇന്ത്യയിൽ ഹർഷദീപ് ഉണ്ട്, ജസ്പ്രീത് ബുംറ ഉണ്ട്, ഹർദിക് പാണ്ഡ്യ ഉണ്ട്, വരുൺ ചക്രവർത്തി ഉണ്ട്. ഇങ്ങനെ ഇത്രയും നല്ല എല്ലാവരും അത്യാവശ്യം നല്ല ബോളേഴ്സ് ആണ്. പക്ഷെ ഇവരുടെ ഒരുപാട് റൺസ് വിട്ടു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ബുംറ ആണെങ്കിലും തുടക്കത്തില് ബുംറ മാത്രമാണ് ഒരു ക്വാളിറ്റി, ഒരു പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു ബോളർ എന്ന് പറയാൻ പറ്റിയതുള്ളൂ. ബാക്കി ഹർഷദീപ് ആവട്ടെ, ഹർഷദീപിന് വിക്കറ്റ് കിട്ടുന്നുണ്ടെങ്കിലും ഒരുപാട് റൺസ് കൊടുക്കുന്നുണ്ട്. അത് വരുൺ ചക്രവർത്തിനെ കഴിഞ്ഞ കളി 3 X ആണ് മറ്റേ ജേക്കബ് ബദൽ അടിച്ചെടുത്തത്. അതുപോലെ എല്ലാവരും ഇങ്ങനെ റൺസ് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ന്യൂസിലൻഡിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവർ എത്ര എങ്ങനെ പിടിച്ചേക്കും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. കാരണം 250 റൺസ് അടിച്ചിട്ട് കഷ്ടിക്കാണ് ജയിച്ചത് കഴിഞ്ഞ കളി. വാങ്കഡയില് ഫ്ലാറ്റ് വിക്കറ്റ് ആയിരുന്നു. ഫ്ലാറ്റ് വിക്കറ്റില് മിക്കവാറും എല്ലാ ബോളർമാരും നല്ല തല്ലുകൊണ്ട്. ന്യൂസിലാൻഡിന് ഇംഗ്ലണ്ടിന്റെ ബോളർമാരും തല്ലുകൊണ്ട്. വേറിട്ടിരുന്ന ബുംറ മാത്രമാണ്. അത് ബുംറയുടെ അപാരമായ ടാലന്റ് ആണ്. അത് ഏത് തരത്തിലുള്ള പിച്ചിലും ബുംറയുടെ ആക്യുറസിയും സ്പീഡും അതൊക്കെ കൊണ്ട് ബുംറ ബാറ്റർമാരെ പിടിച്ചു കെട്ടും. ആ ബുംറയാണ് ഇന്ത്യ മിക്കവാറും മത്സരങ്ങളിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് തന്നെയാണ് നമ്മൾ വാങ്കഡയിലും കണ്ടത്. അഹമ്മദാബാദിലെ സ്റ്റേഡിയം വാങ്കഡെ സ്റ്റേഡിയമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. വലിയ സ്റ്റേഡിയമാണ്. അതുപോലെ ഒരു ബാറ്റിംഗ് പാരഡൈസ് അല്ല. ഇന്ത്യയുടെ ബൗളിങ്ങില് പേസ് ഫ്രണ്ട്ലി വിക്കറ്റ് ആണല്ലോ. അങ്ങനെ എന്ന് വെച്ചാൽ ഒരു സ്പോർട്ടി വിക്കറ്റ് ആയിട്ട് തന്നെ പറയാം. ഒരു 175 ആദ്യം ബാറ്റ് ചെയ്യുന്നവർ അടിച്ചു കഴിഞ്ഞാൽ ചേസിങ് അല്പം ബുദ്ധിമുട്ടാണ്. കാര്യം വലിയ ബൗണ്ടറി, വലിയ വാങ്കഡെ വലിയ സ്റ്റേഡിയം ആയതുകൊണ്ട് വലിയ ബൗണ്ടറി സിക്സുകൾ അടിക്കാൻ ബാറ്റർമാർ അല്പം ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ ഈ സ്പിന്നർമാർക്ക് സാധ്യത മുംബൈയിലുള്ള കാര്യം കൂടുതൽ. വരുൺ ചക്രവർത്തിക്ക് പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ വരുൺ ചക്രവർത്തി ഒന്നുകിൽ ഫുൾ പന്ത് കയറ്റി എറിയുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഷോർട്ടായിട്ട് എറിയുന്നു. കൃത്യമായിട്ടുള്ള ഒരു ലെങ്ത് വരുൺ ചക്രവർത്തിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് കാര്യം. പക്ഷെ അങ്ങനെ ആ കൃത്യമായിട്ടുള്ള ലെങ്ത് കീപ്പ് ചെയ്യാൻ അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ പറ്റുമെങ്കിൽ വരുണിന് വിക്കറ്റ് കിട്ടും. വരുൺ അവിടെ വിക്കറ്റ് എടുത്തിട്ടുള്ള ബോളറാണ്. മിസ്റ്ററി സ്പിന്നർ എന്നൊക്കെയാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. പക്ഷെ അതുപോലത്തെ മിസ്റ്ററി ഒന്നും ഈ ലോകകപ്പിൽ കണ്ടില്ല എന്നുള്ളതാണ്. അത് സത്യമാണ്. പക്ഷെ ഫൈനലിൽ വരുൺ ഉണ്ടാവുമെങ്കിൽ എഫക്റ്റീവ് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം വെച്ചാൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വരുണിന് ആവശ്യം ഒരു 7 വിക്കറ്റൊക്കെ പുള്ളി എടുത്തിട്ടുണ്ട്. അവിടെ നല്ല റെക്കോർഡാണ് പുള്ളിക്ക് അവിടെയുള്ളത്. പിന്നെ ആ സ്റ്റേഡിയത്തിന്റെ വലിപ്പം വരുണിനെ അറ്റാക്ക് ചെയ്യാനുള്ള ബാറ്റ്സ്മാൻമാരുടെ അടുത്ത് വരാം. അപ്പം അത് വിക്കറ്റുകൾ വരുണിന് കിട്ടാൻ സാധ്യത ഉണ്ട് ഫൈനലിൽ കളിക്കുകയാണെങ്കിൽ എന്ന് എനിക്ക് തോന്നുന്നു. മുംബൈയിലെ ഫ്ലാറ്റ് വിക്കറ്റിലെ പ്രകടനം നമുക്ക് മറക്കാം. പക്ഷെ അഹമ്മദാബാദിലെ വലിയ സ്റ്റേഡിയത്തിൽ വരുണിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ന്യൂസിലാൻഡ് ബാറ്റർമാർക്ക് ചിലപ്പം പിഴച്ചില്ല. അതുകൊണ്ട് വരുണിനെ അങ്ങനെ എഴുതി തള്ളാനും പറ്റത്തില്ല. ഫൈനലിൽ ഈ ടീം കോമ്പിനേഷനിൽ മാറ്റം വരുത്തുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതിന് വെച്ചാൽ ഈ ടീമായിട്ട് തന്നെ കുൽദീപിനെ കൊണ്ടുവരും, വരുന്ന മാറ്റി കൊണ്ടുവരുന്നോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ചെയ്യത്തില്ല. കാര്യം വെച്ചിട്ട് ഈ ലോകകപ്പിന്റെ ഫൈനൽ പോലുള്ള ഒരു വലിയ മത്സരത്തിൽ മറ്റു പരീക്ഷണങ്ങൾക്ക് മാനേജ്മെന്റ് നിൽക്കത്തില്ല. സെമിയിൽ ജയിച്ച അതേ ടീം തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇഞ്ചുറി വേണം, അതിൽ മാറ്റം വരുത്താൻ യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ ബൗളർമാർ ഇതിലുള്ള ആശങ്ക നമുക്ക് ഫൈനലിൽ
അത്ര വേണ്ടി വരില്ല. കാര്യം എന്ന് വെച്ചാൽ ആ വലിയ സ്റ്റേഡിയം അത്ര ബാറ്റിംഗ് ഫ്രണ്ട്ലി ഒന്നും ആയിരിക്കില്ല അഹമ്മദാബാദിലെ പിച്ച്. അതുകൊണ്ട് തന്നെ ഈ മുംബൈയിൽ സംഭവിച്ച ഒരു ബോളർമാരെ ശവപ്രഭമായ മുംബൈ പിച്ച് പോലെ അല്ലായിരിക്കും അഹമ്മദാബാദിൽ. അതുകൊണ്ട് ആ ഒരു ആശങ്ക ഫൈനലിൽ വേണ്ട. ന്യൂസിലൻഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡിൽ ഇപ്പൊ വെടിക്കെട്ട് ബാറ്റർമാരാണ് ഓപ്പണിംഗ് ഉള്ളത്, ഫിന്നലനും ടീം സേഫർട്ടും. അപ്പൊ അവരിൽ ഉള്ള ഈ ബാക്കി അവരെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മിഡിൽ ഓർഡർ അത്ര സുഖകരമല്ല. പക്ഷെ മിഡിൽ ഓർഡർ കളി പോവോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം അത്ര പവർഫുൾ ആണ് അവരുടെ ഓപ്പണിങ്. അത് അതിൽ വിള്ളലുണ്ടാക്കാൻ ഇന്ത്യക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ഫോമിലാണ്. കഴിഞ്ഞ ന്യൂസിലൻഡ് സീരീസിലുള്ള കളിച്ച ഫിന്നലനും ടീം സേഫർട്ടും അല്ല. ഇത് ലോകകപ്പിലേക്ക് വന്നപ്പോൾ എല്ലാവരും അവരുടെ കംപ്ലീറ്റ് കളി മാറി. 33 ഗോളാണ് കഴിഞ്ഞ കളി സെഞ്ചുറി അടിച്ചത് ഫിന്നലൻ. ശരിയാ, ഫിന്നലിനെ പിടിച്ചു കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഇന്ത്യയുടെ വിജയത്തിന് നിർണായകമായ കാര്യമാണ്. ഫിന്നലിനെ സേഫറിനെ പിടിച്ചു കിട്ടുക. പക്ഷേ ഈ ടൂർണമെന്റിന്റെ ഒരു പാറ്റേൺ നോക്കി, അവർ ഫൈനലിലേക്ക് വന്ന ഒരു യാത്ര, അവര് ഗ്രൂപ്പ് ഘട്ടത്തില് UAE, കാനഡ, അഫ്ഗാൻ ഇങ്ങനെയുള്ള ചെറിയ ടീമുകളെയാണ് തോൽപ്പിച്ചത്. ഗ്രൂപ്പില് സൗത്ത് ആഫ്രിക്ക നല്ല ടീം ഇടുമ്പോൾ അവർ തോറ്റു പരാജയപ്പെട്ടു. എന്നിട്ട് സൂപ്പർ 8 പാകിസ്ഥാനോടുള്ള കളി മഴ കൊണ്ടുപോയി. ഇംഗ്ലണ്ടിനോട് അവർ തോറ്റു. ജയിച്ചത് ലങ്കയോട് മാത്രമാണ്. അവർ ഒരു വലിയ ടീമിനെ അവർ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലങ്കയാണ്. പിന്നെ സെമിയിൽ വന്നപ്പോൾ ശരിക്കും അവര് സൗത്ത് ആഫ്രിക്കയെ അടിച്ചിട്ടു, കത്തിക്കയറി. അത് ടീം സേഫർട്ടും ഒരേ ഒരു മാച്ചാണ് അവര്, 2 മാച്ചാണ് അവര് വലിയ ടീമിനെ തോൽപ്പിച്ചിട്ടുള്ളത്, ശ്രീലങ്കയും ഈ സെമിയിൽ സൗത്ത് ആഫ്രിക്ക. അപ്പൊ സെമിയിൽ കളിച്ച ഫോമിൽ സേഫർട്ടിനെയും അലനെയും നമ്മൾ ഭയക്കണം. പക്ഷെ ഞാൻ പറയുന്നത് ഈ സേഫർട്ടിനും അലനും ബാറ്റിംഗ് പാരഡൈസുകളിൽ കിട്ടിയ പോലത്തെ ഒരു സുഖം അഹമ്മദാബാദിൽ കിട്ടാൻ സാധ്യതയില്ല. സ്പിന്നർമാർ അവിടെ വലിയ സ്വാധീനം ചെലുത്തും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതില് മിച്ചൽ സാന്റ്നറുണ്ട്. ഇന്ത്യയും ന്യൂസിലാൻഡും ലോകകപ്പിൽ 3 തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഈ 2020 ലോകകപ്പ് ഈ 3 തവണയും ഇന്ത്യ തോറ്റുപോയി. 2007 ആദ്യ ലോകകപ്പിൽ ഇന്ത്യ ന്യൂസിലാൻഡോട് തോറ്റു. 2016 21 തോറ്റു. ഈ 2016 21 ഇന്ത്യയുടെ തോൽവികളിൽ പ്രധാന പങ്ക് വഹിച്ചത് മിച്ചൽ സാന്റ്നർ ഇപ്പോഴും ഉണ്ട്. ആ സാന്റ്നറിനെ കളിക്കുക എന്നുള്ളതും തന്ത്രപരമായി നേടുക എന്നുള്ളതും ഇന്ത്യയുടെ വിജയത്തെ റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാർക്ക് കുറച്ച് വെല്ലുവിളിയായിരിക്കും. സാന്റ്നറാണ് 2016 4 വിക്കറ്റ് എടുത്തിട്ട് ഇന്ത്യയെ മറിച്ചത്. 2021 ഇന്ത്യ തോൽപ്പിക്കുമ്പോഴും 4 ഓവറിൽ വെറും തുച്ഛമായ റണ്ണ് മാത്രമാണ്. ഭയങ്കര ടൈറ്റ് ബോളിംഗ് ആണ് സാന്റ്നർ. മാത്രമല്ല ഈ ന്യൂസിലൻഡിലെ കോൾ മക്കോങ്കിക്ക് ഓഫ് സ്പിന്നറാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ടീമിലാണെങ്കിൽ കുറെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണ് കൂടുതലുള്ളത്. അപ്പൊ അഭിഷേക് ശർമ്മ ഈ ലോകകപ്പിൽ 3 കളിയും ഔട്ടായത് ഓഫ് സ്പിന്നേഴ്സിന്റെ ബോളിലാണ്. അപ്പൊ ഈ കോൾ മക്കോങ്കിനെ പവർ പ്ലേയിലാണ് അവർ യൂസ് ചെയ്യണത്. അപ്പൊ ഈ ഇതിനെ മറികടക്കുന്ന കഴിഞ്ഞ കളി കോൾ മക്കോങ്കിക്ക് ഡീകോക്കിനെയും റിക്കൽട്ടനെയും പുറത്താക്കി. അപ്പൊ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ 2 ലെഫ്റ്റ് ഹാൻഡിനെയും പുറത്താക്കിയത് പവർ പ്ലേ തന്നെയായിരുന്നു. അപ്പൊ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോഴും അതേ വെല്ലുവിളി തന്നെയാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ അഭിഷേക് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് അതിലൊരു കാര്യമുണ്ട്, അഭിഷേക് ഏത് സമയത്തും കളിക്കാരനാണ്. അശ്വിൻ ആലോചിച്ച് നോക്കുക, 11 ലോകകപ്പ് ഏകദിന ലോകകപ്പ് ഇന്ത്യ ജയിക്കുമ്പോൾ ധോണി ഫൈനൽ വരെ എന്താണ് നമുക്ക് സംഭാവന ചെയ്തത്? വളരെ തുച്ഛമായ. ധോണിയുടെ അതിന് വലിയ എഫർട്ടൊന്നും ഉണ്ടായില്ല. അവിടെ യുവിയൊക്കെ കളിച്ചാണ് ഇന്ത്യ ഫൈനലിലേക്ക് കൊണ്ടുവന്നത്. യുവിയും സച്ചിനും ഒക്കെ കളിച്ച്. പക്ഷെ ഫൈനലിൽ ആരാ? ഫൈനലിൽ ധോണി കളിച്ചു. അതുപോലെ അഭിഷേക് ചിലപ്പോൾ ഫൈനലിൽ കളിച്ചാൽ മതി. കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിരാട് കോഹ്ലി അവസാന ഫൈനൽ മാച്ച് വരെ ഫോം ഔട്ട് ആയിരുന്നു. ആ ഫൈനലിൽ അതുപോലെ ഒരു ഇന്നിങ്സ് ആണ് നമ്മൾ അഭിഷേകിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിനൊപ്പം ഈ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ സഞ്ജു വന്നപ്പോൾ കൂടിയിട്ടുണ്ട്. അത് ലെഫ്റ്റ് ഹാൻഡിന്റെ ഒരു അതിപ്രസരം വരുന്നില്ല. അവിടെ നമുക്ക് സൂര്യകുമാർ വരുന്നു, സഞ്ജു ഉണ്ട്, നമുക്ക് ഹാർദിക് വരുന്നു, ഹാർദിക് പാണ്ഡ്യ വരുന്നു. അപ്പം ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഓഫ് സ്പിന്നർമാരെ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. പണ്ട് നമ്മൾ ഫൈനൽ കളിക്കുമ്പോൾ സച്ചിൻ കളിച്ചാൽ നമ്മൾ ജയിക്കും. അതുപോലെ തന്നെ വിരാട് കളിച്ചാൽ നമ്മൾ ജയിക്കും. അതേ ഒരു ആരാധകർക്ക് അങ്ങനെ പ്രതീക്ഷ സഞ്ജു സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ സഞ്ജു ആണ് മാച്ചിലെ യഥാർത്ഥത്തിൽ നമ്മൾ ഹീറോ ആവുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾ. സഞ്ജുവിന്റെ സ്റ്റൈൽ തന്നെ മാറി. അതാണ് നമുക്ക് വലിയ പ്രതീക്ഷയുടെ കാര്യം. കാര്യം സഞ്ജു വളരെ നിയന്ത്രണത്തോടെയാണ് ആക്രമിക്കുന്നത്. പഴയ ശൈലിയൊക്കെ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ നിയന്ത്രണത്തോടെയാണ് ആക്രമിക്കുന്നത്. അയാൾ ഗ്രൗണ്ട് ഷോട്ടുകൾ കളിക്കുന്നു. അയാൾ സിംഗിൾ എടുക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു ഇന്നിങ്സ് ഈ
സെമിയിലും സൂപ്പർ 8-ലെ വെസ്റ്റ് ഇൻഡീസും ആയിട്ടുള്ള മാച്ചിൽ കളിച്ച പോലെ ഒരു ഇന്നിങ്സ് സഞ്ജുവിൽ നിന്നുണ്ടായാൽ പിന്നെ ന്യൂസിലാൻഡിന് ഒരു രക്ഷയില്ല, കപ്പ് ഇന്ത്യക്ക് തന്നെ കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതില് മറ്റേ വിജയരാഘവനോട് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഈ ഒരു മൊമെന്റ് ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലായിരുന്നു. അതേപോലെ ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു മലയാളികൾക്ക് എല്ലാവർക്കും തന്നു, അതും ഫൈനലിൽ ആവർത്തിക്കുന്നു തന്നെയാണ്. കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ കാരണം വെച്ചാൽ സഞ്ജു ഇത്തരത്തിലുള്ള ഇന്നിങ്സുകൾ പ്രാപ്തനാണ്. പക്ഷെ പുള്ളി അങ്ങനെയല്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പുള്ളിയുടെ നാച്ചുറൽ ഗെയിം അല്ല പുള്ളി കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു പതിറ്റാണ്ടിൽ സഞ്ജു ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ കുപ്പായം അടിച്ചിട്ട് ഒരു പതിറ്റാണ്ടായി. ഇതേ ഇപ്പം ഈ 2 മാച്ചിൽ കളിച്ച സ്റ്റൈലാണ് പുള്ളി സ്വീകരിച്ചിരുന്നെങ്കിലല്ലോ പുള്ളി ഇപ്പം ലെജൻഡറി പദവിയിലേക്ക് സച്ചിനെയും കോഹ്ലിയും പോലെ ലെജൻഡറി പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞെങ്കിൽ പല മാച്ചുകളും ഇന്ത്യക്ക് വേണ്ടി പുള്ളി വിൻ ചെയ്തിരിക്കും. പക്ഷെ ഇപ്പോഴാണ് പുള്ളി ശരിക്കും പുള്ളിയായിട്ട് കളിക്കുന്നത്. ആ സഞ്ജു സെമിയിലും സൂപ്പർ 8-ലും കളിച്ച കളി ഫൈനലിൽ കളിക്കുകയാണെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അതാണ്. പിന്നെ അഭിഷേകും ഫോമാവുക, ബാക്കിയുള്ളവരെല്ലാം ഒരു വെല്ലുവിളി ഉയർത്തുന്നത് ഹെൻറിയാണ്. ന്യൂസിലൻഡിന്റെ കഴിഞ്ഞ ന്യൂസിലൻഡ് സീരീസിൽ ഹെൻറി ആയിരുന്നു രണ്ടോണം വിക്കറ്റ് കിട്ടി ഹെൻറിക്ക്. അത് നമ്മൾ ഇത്തവണ ഫോമിലാണ് സഞ്ജു. അപ്പൊ ആർച്ചർ നല്ല ഹിറ്റ് ചെയ്തില്ലേ. ആർച്ചറിന് ഇതുപോലെ ഒരു മാനസിക ആധിപത്യം സഞ്ജുവിന് മേൽ ഉണ്ടായിരുന്നു. ആർച്ചറെ അടിച്ചു. ഹസരംഗയ്ക്ക് ഉണ്ടായിരുന്നു. ഹസരംഗയും സഞ്ജു ഹിറ്റ് ചെയ്തു. ഹെൻറി അടിക്കുന്ന പ്രതീക്ഷ. തീർച്ചയായും ഹെൻറിയെ സഞ്ജു അതൊന്നും പുള്ളി കണക്കാക്കില്ല. പുള്ളി ആത്മവിശ്വാസത്തോടെ പുള്ളി ഷോട്ട് കളിക്കുകയാണെങ്കിൽ ഒരു ബോളർ പുള്ളിക്ക് വിഷയമുണ്ട്. പക്ഷെ അതിന് മുമ്പേ പരാജയപ്പെട്ടുകൊണ്ടിരുന്നപ്പം പുള്ളിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷെ പുള്ളി കോൺഫിഡൻസ് വീണ്ടെടുത്ത് പുള്ളി നാച്ചുറൽ ഗെയിം കളിക്കുന്നു. ഹോം ഗ്രൗണ്ടില് നാണം കെട്ടതിന്റെ ഒരു ഇതെല്ലാം മറുപടി കൊടുക്കാനുള്ള ഒരു അവസരം സഞ്ജു ചെയ്ത ഒരു നല്ല കാര്യം വെച്ചാൽ സോഷ്യൽ മീഡിയയും ടെലിവിഷൻ, മറ്റ് സാധനങ്ങൾ, പത്രം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു, സോഷ്യൽ മീഡിയ ഒഴിവാക്കി. എന്നിട്ട് പുള്ളി സ്വന്തം കാര്യത്തിൽ വർക്ക് ചെയ്തു. അതിൻ്റെ വിജയം സഞ്ജുവിനുണ്ടായി. അതാണ് അതിൻ്റെ ഒരു കാര്യം. പുറത്തു നിന്നുള്ള കോലാഹലങ്ങളെല്ലാം ഒഴിവായിട്ട് അത് മുമ്പ് പല മഹാപ്രതികളായിട്ടുള്ള ക്രിക്കറ്റർമാർ താരങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. പുറത്തു നിന്നുള്ള ഈ ബഹളം വയ്ക്കൽ, വിമർശനങ്ങൾ, അതൊക്കെ വിട്ടിട്ട് കളിയിൽ ഫോക്കസ് ചെയ്യുക. അതാണ് സഞ്ജു ചെയ്തത്. അതിൻ്റെ വിജയം സഞ്ജുവിനുണ്ടായി. അത് നമുക്ക് ഫൈനലിൽ ഗുണം ചെയ്യുമെന്നതിനാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ സഞ്ജുവിൽ നിന്ന് ഒരു ഫൈനലൊരു സെഞ്ചുറിയാണ് പ്രതീക്ഷിക്കുന്നത്. കംപ്ലീറ്റ് ആ പ്രകടനത്തിൻ്റെ ഒരു പൂർണ്ണത ഒരു സെഞ്ചുറിയിലൂടെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് നേട്ടം ഉണ്ടാകും. ന്യൂസിലാൻഡ് കാര്യം പറയാം. ന്യൂസിലാൻഡ് 1-2 കണക്ക് ഇന്ത്യ എടുത്ത് തീർക്കാണ്ട് 2023 ലോകകപ്പിന്റെ സെമിയിൽ ഇന്ത്യ തോപ്പിച്ചു. പിന്നെ എന്തോ ചാമ്പ്യൻസ് ട്രോഫിയില് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ തോപ്പിച്ചു. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലില് ന്യൂസിലാൻഡ് ഇന്ത്യ തോപ്പിച്ചെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അവർക്ക് 1-2 കണക്കുകൾ തീർക്കാനുണ്ട്. അപ്പൊ അവരും അത്രയും വാശിയോട് കൂടി തന്നെ ആയിരിക്കും കളിക്കുന്നത്. പിന്നെ ഗ്ലെൻ ഫിലിപ്സിനെ പോലെയും ഉള്ള മികച്ച ഫീൽഡറും അവരും ഒരു പെർഫെക്റ്റ് പാക്കേജ് തന്നെയാണ് 2020ക്ക്. അവരും ഇന്ത്യയും കൂടിയുള്ള ഒരു മത്സരം ശക്തമായ ഒരു മത്സരം തുല്യ ശക്തികളുടെ ഒരു പോരാട്ടം തന്നെയാണ്. സെമിയില് സൗത്ത് ആഫ്രിക്കയെ ഇത്രയും ആധികാരികമായിട്ട് തോൽപ്പിച്ച ന്യൂസിലാൻഡിന്റെ കോൺഫിഡൻസിന് ഒരു കുറവും കാണില്ല. അവർ എത്ര നിഷ്പ്രയാസമാണ് ആ സ്കോർ ചേസ് ചെയ്ത് കളഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു വാശിയേറിയ മത്സരം തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു ഇന്ത്യക്ക് ഒരു ഈസി വാക്ക് ഓവറൊന്നും ആയിരിക്കത്തില്ല. അതാണ് അതിന്റെ ഒരു കാര്യം. പിന്നെ അവരുടെ രജിൻ രവീന്ദ്ര നല്ല രീതിയിൽ പന്തെറിയുന്നുണ്ട്. രജിൻ രവീന്ദ്ര നല്ല രീതിയിൽ പന്തെറിയുന്നുണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5th ബോളർ ഒരു അത്ര എഫക്റ്റീവ് അല്ല. ജെയിംസ് നീഷാമാണ് ആകെ ഒരു 5th ബോളറായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ജെയിംസ് നീഷാം ഇതൊരു കളി പോലും മര്യാദയ്ക്ക് കളിച്ചിട്ടില്ല. സീനിയർ പ്ലെയർ ആയിട്ടും ഒരു നല്ലൊരു പെർഫോമൻസ് പുള്ളിയുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. നീഷാമിനെ മാറ്റി ജേക്കബ് ഡഫീനെ ഇറക്കി പരീക്ഷിച്ചു. ഡഫിക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഡഫീനെ മാറ്റിയിട്ട് കൈലി ജെയിംസിനെ ഇറക്കാനുള്ള പ്ലാനിങ് ജെയിംസൺ ആയിരിക്കും കളിക്കുക. പക്ഷെ അവരുടെ ബാറ്റിങ്ങിന് നമ്മുടെ ഒരു ബാറ്റിങ്ങിന്റെ ഡെപ്ത് ഇല്ല. മിഡിൽ ഓർഡർ അത്ര സെറ്റ് അല്ല. താഴോട്ട് അങ്ങനെ ഒരു വലിയ ഇതില്ല. ഗ്ലെൻ ഫിലിപ്സും സൈഫട്ടും കൊള്ളാം. പക്ഷെ എപ്പോഴും സാൻഡർ കളിക്കണമെന്നില്ല. മിച്ചലൊന്നും പഴയ പോലെ ഫോം അങ്ങനെയൊന്നും അവർക്ക് നമ്മുടെ ബാറ്റിങ്ങിന് ഡെപ്ത് ഇല്ല. അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, ദുബൈ ഉണ്ട്, ഇങ്ങ് താഴെ ഏറ്റവും വരെയൊക്കെ നമുക്ക് അത്യാവശ്യം കളിക്കാനുള്ള ആൾക്കാർ നമുക്ക് മത്സരം
ഫിനിഷ് ചെയ്യാനുള്ള ആൾക്കാരും നമുക്ക് അവിടെ ആവശ്യത്തിനുണ്ട്. അതില്ല. അതില്ല. അങ്ങനെ അവരെ ബാറ്റിങ്ങിന് ഡെപ്ത് കുറവുണ്ട്. അവർ സൈഫർട്ടിന്റെയും ടൂർണമെന്റിൽ ഉടനീളം സൈഫർട്ടാണ് അവരുടെ ഒരു സ്ട്രോങ് ആയിരുന്നത്. പിന്നെ ഫിനലൻ കൂടി ഫോം ആയപ്പോൾ അവർ രണ്ടുപേരും, പക്ഷെ അവരുടെ ഓപ്പണിംഗ് വേഗം പൊളിക്കുക എന്നുള്ളതാണ്. ഫിനലനും സൈഫർട്ടും നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര സ്കോർ വരും. എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മള് ഈ ബുംറേനെ പവർ പ്ലേയിൽ കൊണ്ടുവരണം. കാരണം അർഷദീപിനെ വന്നിട്ട് മിഡിൽ ഓവറിൽ എറിയിപ്പിക്കണം. കാരണം ബുംറ പവർ പ്ലേയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിക്കറ്റ് പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. കാരണം അർഷദീപിന് പഴയ പോലെ പവർ പ്ലേയിൽ വിക്കറ്റ് കിട്ടണല്ലോ. അപ്പൊ ഹർദിക് പാണ്ഡ്യക്കാണെങ്കിലും അങ്ങനെ കാര്യമായിട്ട് റൺസ് ഒരുപാട് വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ഒരു ബുംറേനെ കൊണ്ടുതന്നെയാണ് അതിന്റെ ഒരു. പക്ഷെ ബുംറയെ അവരിങ്ങനെ കരുതി വെച്ചേക്കുക വജ്രായുധമായിട്ട് ബ്രേക്ക് ചെയ്യാനും, വിക്കറ്റ് ബ്രേക്ക് അങ്ങനെ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാനും അവസാനം പിന്നെ ടൈറ്റ് ചെയ്യാനും ഒക്കെ അമൂല്യമാണ് ബുംറയുടെ 4 ഓവർ. അവര് അതുകൊണ്ടാണ് ഈ പവർ പ്ലേയില് അർഷദീപോ ബ്രേക്ക് കണ്ടെത്തട്ടെ എന്ന് കരുതിയാണ് അവർ ഓപ്പൺ ചെയ്യുന്നത്. മുന്നോട്ട് പോകാൻ പറ്റും. അത് പുതിയ പേസർ വരണം, ബുംറയൊക്കെ പുതിയ ആള് വരണം. പക്ഷെ ഈ പർട്ടിക്കുലർ ഫൈനലില് ഇപ്പൊ അവര് ഇന്ത്യൻ ടീം പ്രതീക്ഷിക്കുന്നത് തുടക്കത്തിലൊരു ബ്രേക്ക് ഹാർദിക്കോ അക്ഷർ പട്ടേൽ അർഷദീപോ കണ്ടെത്തുകയാണെങ്കിൽ കണ്ടെത്തുകയാണെങ്കിൽ ബുംറയുടെ ആധിപത്യം കൂടും. അപ്പൊ ഇന്ത്യക്ക് മേൽക്കൈ കൂടുതൽ കിട്ടും. ബുംറയുടെ പിന്നെ ആക്രമണശേഷി കൂടും. ബുംറയുടെ 4 ഓവർ നമുക്ക് അമൂല്യമാണ്. അത് നമുക്ക് ഇംഗ്ലണ്ടിന്റെ അടുത്തുള്ള മാച്ചിൽ നമ്മളെ ജയിപ്പിച്ചത് ബുംറയുടെ ഓവറുകളാണ്. അത്രയും വലിയ സ്കോറില്ല, അത് അത്രയും അമൂല്യമാണ്. അതുകൊണ്ടാണ് അവർ അത് കരുതൽ ധനം പോലെ വെച്ചേക്കുന്നത്. അങ്ങനെ ഒരു പരീക്ഷണമാണ്. ഇനി ഫൈനലിൽ അവരെന്ത് മാറ്റി പരീക്ഷിക്കും, അശ്വിൻ വരുന്ന പോലെ ചിലപ്പോൾ ബോളിംഗ് ഓർഡറിലൊക്കെ ഒരു മാറ്റം വരുത്താം. അത് മാറ്റി പരീക്ഷിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നല്ല അടിപൊളി ഒരു വാശി, ഒരു ത്രില്ലർ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.